അതെ, എല്ലാവരും എന്നാ പറയണോ? ഇന്ന് നമ്മൾ സിനിമ കാണാൻ പോവാണ് കേട്ടോ. ലാലേട്ടൻ്റെ തുടരും. അടിപൊളി മൂവിയായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം സന്തോഷത്തോടെയാണ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി വന്നത്. കഴിഞ്ഞപ്പം വിശക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ മിലാനിൽ തന്നെ മലബാർ സ്പൈസി എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. അവിടെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് എന്നും ഇത്രയും ദൂരം വന്ന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ഇവിടെ വരുമ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്ക് ഫുഡൊന്ന് വെറൈറ്റി ആയിട്ട് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പം നമ്മൾ വണ്ടി എടുത്ത് നേരെ പോരാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചേ എന്തായാലും തിങ്കളാഴ്ച തുടങ്ങി പിള്ളേർക്ക് സ്കൂൾ തുറക്കുക, വെക്കേഷനൊക്കെ കഴിഞ്ഞ്, എന്നാൽ ഒന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ലേക്ക് കാണാൻ വന്നാണ് കേട്ടോ. ഗർദ എന്ന ലേക്കിൻ്റെ പേര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി നീളത്തിൽ കിടക്കുന്നതാണ് ഒരു ലേക്കാണ് കേട്ടോ. അതിന് ഒരുപാട് നമുക്കിങ്ങനെ ഇറങ്ങാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന സ്ഥലത്തിൻ്റെ പേര് സിർമിയോണ എന്നാണേ. നല്ല രസമാട്ടോ, നല്ല ഭംഗി അവിടെ കാണാനായിട്ട്. പിള്ളേർ ഭയങ്കര ഹാപ്പിയായി, കാരണം അവിടെ മീൻ പിടിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കൂടി കുറച്ച് നേരം മീനൊക്കെ പിടിച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ലേക്കിന് തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഇങ്ങനെ ബണ്ട് കെട്ടിയ പോലെ കുറച്ച് വെള്ളം പോകുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ ജസ്റ്റ് കയ്യും കാലും ഒക്കെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പറ്റി. അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം തണുപ്പ് കഴിഞ്ഞിട്ട് ഈ ഒരു മാർച്ച് ഏപ്രിലൊക്കെ അവസാനം ആകുമ്പോഴത്തേക്കുമാണ് വെയിൽ വന്നു തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ നമുക്ക് മൈൻഡിലൊക്കെ. പിന്നെയാണ് ഇവിടുത്തെ വെക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ലീവ് എടുത്ത് ഇങ്ങനെ കടലും കായലും ഒക്കെ ഇങ്ങനെ വെയിൽ കൊണ്ട് കിടക്കാനായിട്ട് പോകും. വൈറ്റമിൻ ഡി അത്യാവശ്യമാണല്ലോ നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു പീരീഡാണ് കേട്ടോ വരുന്നത്. എല്ലാവരും വെക്കേഷന് പോകുന്നൊരു ടൈമാണ്. അതുമാത്രമല്ല ജൂൺ മുതൽ കുട്ടികളുടെ ആനുവൽ വെക്കേഷനും കൂടിയാണ്. അപ്പോൾ എല്ലാവരും കൂടി ലീവിന് പോകുന്നതാണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്. ഓരോ രാജ്യത്തെ ഓരോരോ രീതികളല്ലേ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.